സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, അമിത്ഷാ അല്പം മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷത്തിൻ്റെ ഏത് സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരാം. ഞാനിതാ ഇന്നിപ്പോൾ ഉണ്ടാകും, ഉച്ച കഴിഞ്ഞ് നാളെയും നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ബഹളം തീരെ സഹിക്ക വയ്യാത്തത് കൊണ്ടാണ് ഞാൻ സഭയിലേക്ക് വരാതിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സാർ, അമിത്ഷാ സഭയിലേക്ക് വരുമ്പോൾ അവർ കാണില്ല, പ്രതിപക്ഷം പറയുന്നു അദ്ദേഹത്തിന് ഇനി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. സാർ, അമിത്ഷാ സഭയിൽ ഡൽഹിയിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ CJP എന്ന യുവജന സംഘടനയ്ക്കെതിരെ ഈ ഡൽഹി പോലീസ് ശരിക്കും അവരെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നതിന് ക്ലാരിഫിക്കേഷൻ നൽകാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ് പിന്മാറുമ്പോൾ അമിത്ഷാ എന്തെങ്കിലും വെടി പൊട്ടിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് സഭയിലേക്ക് വരികയാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു വെടി പൊട്ടിക്കുമോ? നമ്മളത് സംശയിക്കണം. ഇന്ന് ശരിക്കും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തീരുകയാണ്, ഇന്ന് തീരേണ്ടതാണ്. പക്ഷെ ഇന്ന് രാവിലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത്, ഞാൻ ഇന്ന് സഭയിൽ ഹാജരാകും, സഭയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ 11 മണിക്ക് സഭ ചേരുന്ന സമയത്ത് ഇരു സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ബഹളങ്ങൾ നടന്നിട്ട് സഭ തല്ലിപ്പിരിയുന്ന ഒരു സന്ദർഭങ്ങളാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഉത്തരവാദപ്പെട്ടൊരു ഞാൻ എന്തിനാണ് സഭയിൽ വരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും അങ്ങനെ ആയിരുന്നു. ഏത് ദിവസമാണ് അവിടെ സഭ കൃത്യമായിട്ട് സമ്മേളിച്ചത്? ബില്ലുകളൊക്കെ നമ്മൾ പറയുന്ന പോലെ പഴയ ക്ലീഷെ പറയുകയാണെങ്കിൽ അപ്പം ചുടുന്നത് പോലെ ചുട്ടെടുക്കുകയായിരുന്നു. എത്രയോ ബില്ലുകൾ ആണ് പാസ്സായി വന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്, ഇന്ന് സഭ തീരുകയാണല്ലോ, ഞാൻ വരാം, ഞാൻ 3 മണിയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും ശാന്തരായിരിക്കുകയാണെങ്കിൽ ഞാൻ 3 മണിക്ക് സംസാരിക്കും. ഇന്നിപ്പോ 2 മണി വരെ സഭ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. 2 മണി വരെ നമ്മുടെ ജോൺ ബ്രിട്ടാസിനെതിരെ വന്ന പരാമർശം എന്നൊക്കെ പറഞ്ഞൊരു ബഹളമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം CPM അത് മാത്രമല്ല സാർ, സാറേ, ജോൺ ബ്രിട്ടാസിനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെട്ട് പോയതാണ്. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസിനെ ലുങ്കിവാല എന്ന് മറ്റൊരു സഭാംഗം പറഞ്ഞതായിട്ട് അദ്ദേഹം അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് സഭാനാഥൻ, അതെ, സഭാനാഥൻ പറഞ്ഞു, പരസ്പരം നമ്മുടെ വേഷവിധാനങ്ങളെ കുറിച്ച് പറയരുത് എന്ന് സഭാനാഥൻ വിലക്കി എന്ന് പറയുന്നുണ്ട്. പറഞ്ഞോളൂ സാർ. ഞാൻ പെട്ടെന്ന് ശരിയാണ്. കാരണം വെച്ചാല് അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. നമ്മളെ പണ്ട് മദ്രാസികൾ എന്നായിരുന്നല്ലോ, തെക്കേ ഇന്ത്യക്കാരെ മുഴുവൻ മുണ്ടെടുത്ത് നടക്കുന്ന മദ്രാസികൾ എന്നൊക്കെ ഒരു വിശേഷണം നമുക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ലുങ്കിവാല എന്നുള്ള പ്രയോഗമെന്ന്, അത് ശരിയായ പരാമർശമൊന്നുമല്ല. അത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ഇടതുപക്ഷ വിഭാഗങ്ങളൊപ്പം തന്നെയാണ്. പക്ഷെ ഇതിന്റെ പേര് സഭയിൽ നിന്ന് നിന്നുപോയി. അതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സഭയിൽ നിന്ന് നിർത്തിവെച്ചു. വീണ്ടും 3 മണിക്ക് ചേരുന്ന സമയത്ത് അമിത്ഷാ രാവിലെ പറഞ്ഞ് ഞാൻ സംസാരിക്കാം. പക്ഷെ അമിത്ഷാ എന്താണ് പറയാൻ പോകുന്നത്? അതാണ് ഇപ്പോഴ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ഇന്ന് രാവിലെ മുതൽ വരുന്ന ഗഹനമായ ചർച്ച. അമിത്ഷാ എന്തോ കാര്യമായി പറയാൻ പോവുകയാണ്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്, അദ്ദേഹം പറയേണ്ടത്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് അറിയേണ്ടത്, ഈ കുട്ടികൾക്ക് നേരെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത കുട്ടികൾക്ക് നേരെ വെടിവയ്ക്കാൻ അല്ലെങ്കിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനും ഒരു AK-47 തോക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന് ഉത്തരവിട്ടത് ആരാണ്? ഉത്തരവാദി ആരാണ്? ഡൽഹി പോലീസ് സ്വാഭാവികമായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് സംവിധാനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരാണ് കുട്ടികളുടെ നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? ഒരു കുട്ടിയുടെ ചെവിയിലും മറ്റൊരാളുടെ കണ്ണിന്റെ താഴെയൊക്കെ ആയിട്ട് വെടിയുണ്ട തറച്ചിട്ടുണ്ട്, അല്ല ക്ഷമിക്കണം, മുറിവേറ്റിട്ടുണ്ട്. അപ്പൊ ഇത് പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് കൊണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആരിതിന് ഉത്തരവാദി എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോഴ സമരത്തിന്റെ ലക്ഷ്യം അവിടുന്ന് തന്നെ, ആ ചോദ്യം തന്നെ വ്യക്തമാണ്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് അതിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചിട്ട് പോലും സമരം തീരുന്നില്ല, അല്ലെങ്കിൽ പ്രക്ഷോഭം തീരുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം തീരുന്നില്ല. അവർ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമിത്ഷായായിരുന്നു. അത് അമിത്ഷായ്ക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം കേന്ദ്രത്തില് അങ്ങനെ ഒരു വെടിവെപ്പിന് ഉത്തരവിടണമെന്നുണ്ടെങ്കിൽ അതിന് ചുമതല വരുന്ന അമിത്ഷാ തന്നെ നേരിട്ട് വിളിച്ച് പറയണമെന്നൊന്നുമില്ല കേട്ടോ. അതങ്ങനെയാണ്. അവിടെ ഏതൊരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഇപ്പൊ ക്രമസഭ അവിടുത്തെ ആ പോലീസ് ആക്ഷന്റെ നടുവിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പതിവുള്ള ആർക്കും വെടിവെക്കാൻ ഉത്തരവിടാം. കാര്യങ്ങൾ കൺട്രോൾ വിട്ടു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാല് അവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലാതെ അമിത്ഷാ അവിടെ തന്നെ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയേണ്ട, ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയേണ്ട, എല്ലാ കുട്ടികളെ വെടിവെച്ചേരുന്നൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ സ്വാഭാവികമായ ലോജിക്കാണ്. അത് അറിയാവുന്നവർക്കെല്ലാം അറിയാം. പക്ഷെ പ്രതിപക്ഷം അതിന്റെ പേരിൽ അമിത്ഷായിലേക്ക് കൊണ്ടുവരികയാണ്, ആരോപണം അമിത്ഷായിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഇന്ന് അദ്ദേഹം മറുപടി പറയാമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല. അവിടെയാണ് രാഷ്ട്രീയം. അപ്പൊ ഇന്ന് രാവിലെ അതിനുശേഷം ഒരു 12 മണിയോട് രാഹുൽ ഗാന്ധി ഒരു ബൈറ്റ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി പറയുന്നത് വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇനി അമിത്ഷായുടെ മറുപടി ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇത്രയും ദിവസം ഇദ്ദേഹം സഭയിൽ നിന്ന് ഒളിച്ചോടി. ഭീരു എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഇദ്ദേഹം ഒരു ഭീരുവാണ്, ഭയമാണ്, പ്രതിപക്ഷത്തെ നേരിടാൻ ഭയമായതുകൊണ്ട് സഭയിൽ നിന്ന് ഒളിച്ചോടിയ ആളാണ് അമിത്ഷാ. അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾക്ക് കേൾക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഒരു പക്ഷെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് 3 മണിക്ക് ശേഷം പ്രതിപക്ഷ കക്ഷികൾ സഭയിൽ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത്. പക്ഷേ ഭരണപക്ഷത്തും അല്ലെ അവരുടെ താല്പര്യമുള്ള ചില ആളുകൾ പറയുന്നത് അമിത്ഷാ ഇതിനെക്കുറിച്ചൊന്നും ആയിരിക്കത്തില്ല പറയാൻ പോകുന്നത്. അമിത്ഷായ്ക്ക് പറയാൻ വിഷയമുണ്ട്. ഡൽഹി വെടിവെപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻക്വയറി നടക്കട്ടെ, അതിനകത്ത് കണ്ടെത്താം ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളത്. പിന്നെ പ്രതിപക്ഷത്തിനും അറിയാം അമിത്ഷാ നേരിട്ട് എന്തായാലും വെടിവെപ്പിന് ഉത്തരവ് കൊടുക്കത്തില്ല. പരോക്ഷമായിട്ട് അദ്ദേഹത്തെ കേസിൽ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതല്ലെങ്കിൽ ജാർഖണ്ഡ് പറയുമോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴും. ജാർഖണ്ഡിൽ ഇതിനെക്കാട്ടിൽ ഗുരുതരമായ അവസ്ഥയാണ്. ജൻസി പ്രക്ഷോഭം അവിടെ വളരെ രൂക്ഷമാണ്. അവിടെ PSCയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ദിവസമായിട്ടാണ്. അവിടെ ശരിക്കും കോൺഗ്രസ് ആണ് ഭരണത്തിലുണ്ട്. അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയോടൊപ്പം തന്നെ കോൺഗ്രസും ഭരണത്തിലുള്ള സംസ്ഥാനമാണ്. അപ്പൊ ഡൽഹിയിലെടുത്ത ആ നിലപാട് എന്തുകൊണ്ട് ജാർഖണ്ഡിൽ എടുക്കാൻ പറ്റുന്നില്ല? അങ്ങനെ ഒരു ഉത്തരം ഒരു പക്ഷെങ്കിൽ ചോദ്യം അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. ഇല്ലേ? ഒരാള് അതിൽ ഒരു പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി വളരെ ഗുരുതരാവസ്ഥയിലാണ്. ഇന്റൻസീവ് IC യൂണിറ്റിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഭാവി ഇതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക, ജീവനെ കുറിച്ച് വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പോൾ ഡൽഹി വെച്ചിട്ട് അമിത്ഷാ അതിനെ ഒരു ജാർഖണ്ഡ് ഒരു മറുകണ്ഠമാക്കി പറയുമോ, അല്ലെങ്കിൽ എതിർവാദം ഉയർത്തുമോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷെ ചില നിരീക്ഷകർ പറഞ്ഞത് ഒന്നും ആയിരിക്കത്തില്ല അമിത്ഷാ പറയാൻ പോകുന്നത്. അമിത്ഷാ മറ്റ് ചില പ്രസ്താവനകൾ നടത്തുമെന്നാണ് പറയുന്നത്. അതായത് ഈ ജൻസി സമരം ആരംഭിച്ച സമയങ്ങളിൽ ആദ്യത്തെ ഒരു 10, 20, 21 ദിവസം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. സത്യമാണ്. അദ്ദേഹം വേറെ ഏതോ രാജ്യത്തായിരുന്നു, വിദേശ രാജ്യത്താണെന്നാണ് പറയുന്നത്. വിദേശ രാജ്യം ഏതാണെന്ന് കൃത്യമായിട്ട് കിട്ടിയില്ല. അദ്ദേഹം ഇന്ത്യയിലില്ലായിരുന്നു എന്തായാലും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് പോകാം. അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകുന്നതിനൊന്നും പ്രയാസമൊന്നുമില്ല. എല്ലാം പാസ്പോർട്ടും രേഖകളും ഒക്കെ കൃത്യമാണെങ്കിൽ അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകാം. സ്വകാര്യ ജീവിതം, എല്ലാ വ്യക്തികൾക്കും സ്വകാര്യ ജീവിതം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് പോകുന്നതിന് എന്ത് കാര്യങ്ങളും തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ പ്രതിപക്ഷം BJP അടക്കമുള്ള കക്ഷികൾ ഇപ്പൊ ആവശ്യപ്പെടുന്നത് അമിത്ഷാ സഭയിലെത്താത്തത് ഭീരുത്വമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ആണെന്ന് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ വിട്ടുപോയി? എന്തിനാണ് പോയത്? അത് എവിടേക്കാണ് പോയത്? അതിന് ഉത്തരം വേണമെന്നാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആവശ്യം. അവരിപ്പോ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. അത് പറയണം. ഏത് രാജ്യത്തേക്കാണ് പോയത്? ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ഒക്കെ പോകുമ്പോൾ കൃത്യമായ ഇൻഫർമേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മന്ത്രിയുടെ സ്റ്റാറ്റസ് ഉള്ള ആളാണ്. ഒരു കേന്ദ്രമന്ത്രിയുടെ സ്റ്റാറ്റസ് ഉള്ള എല്ലാ അധികാരങ്ങളും ഉള്ള ആളാണ്. അതീവ സുരക്ഷയുള്ള ആളാണല്ലോ. അപ്പൊ അത് എവിടെ പോയി? അത് തുറന്നു പറയണ്ടേ? അപ്പൊ അമിത്ഷായെ നിങ്ങൾ ഭീരു എന്ന് വിളിക്കുമ്പോൾ ഈ പറയുന്ന ഇത്രയും ദിവസം ഇന്ത്യ വിട്ടു നിന്ന പ്രതിപക്ഷ നേതാവ് എവിടെ പോയി എന്നുള്ള കാര്യവും തുറന്നു പറയണം. അല്ലെങ്കിൽ അതും ഒരു ഭീരുത്വമാണ് എന്നാണ് അവരുടെ വാദം. എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ചർച്ചകളിൽ വരുന്നത്, ഇന്നലത്തെ ഡൽഹിയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമിത്ഷാ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വാർത്തകൾ പുറത്തു വിടുമോ എന്നൊരു കാര്യം ഇപ്പൊ സംശയിക്കുന്നുണ്ട്. കാരണം പല അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ചില ചിത്രങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ചില ചിത്രങ്ങളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ. വിദേശത്ത് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ. അതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. ചിത്രങ്ങൾ അദ്ദേഹം തന്നെയാണെന്നാണ് പറയുന്നത്. ചിത്രങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി ഇല്ല. പക്ഷേ അത് നിഷേധിക്കപ്പെടാത്തിടത്തോളം കാലം ഇദ്ദേഹം ഇവിടെ പോയി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തിന്റെ ലക്ഷ്യം? അതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അമിത്ഷായ്ക്ക് എല്ലാ വിവരങ്ങളും അറിയാം അല്ലെ? പ്രധാനമന്ത്രിക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ മുമ്പ് തന്നെ ആഭ്യന്തരമന്ത്രിക്ക് എല്ലാ വിവരങ്ങളും കിട്ടും. എല്ലാ പോലീസ് സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഒരു പക്ഷെങ്കില് അമിത്ഷാ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പാർലമെന്റിൽ സംസാരിക്കുമോ? ഒരു വ്യക്തിക്ക്, പ്രതിപക്ഷ നേതാവിന് സ്വകാര്യ സന്ദർശനമാകാം, അതിനകത്ത് ഒന്നും ഒരു തെറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ ശരിയാണ്. അങ്ങനെയൊന്നും പരസ്യമായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇദ്ദേഹത്തെ ഭീരു എന്ന് വിളിച്ചതാണ് ഇപ്പൊ BJP ചൊടിപ്പിച്ചിരിക്കുന്നത്. അമിത്ഷാ ഒരു ഭീരുവാണ്. ഭീരുവാതുകൊണ്ട് സഭയെ ഫേസ് ചെയ്യാത്തത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കണ്ട, അല്ലെങ്കിൽ ഇനി അദ്ദേഹം പറയുന്ന ഒന്നും കേൾക്കണ്ട എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ സഭയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണോ? സഭയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു പക്ഷെ അമിത്ഷാ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഇനി സമരവും വെടിവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ അമിത്ഷാ നിൽക്കേണ്ട കാര്യങ്ങളില്ല.
കാരണം അത് കഴിച്ചു കഴിഞ്ഞു. അതിന്റെ സമയം കഴിഞ്ഞു. മന്ത്രി രാജിവെച്ചതോടുകൂടി ആ വിഷയം തീർന്നു. മറ്റേത് പോലീസ് എൻക്വയറിയിലുമാണ്, അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അവിടെ അമിത്ഷായ്ക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അത് ജാർഖണ്ഡ് എടുത്തിട്ട് അതിനകത്ത് രാഷ്ട്രീയ എതിർവാദം തീർക്കണം. അതിനും സാധ്യതയുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇത്തരം ചില സ്വകാര്യതയിലേക്ക് കയറുമോ അമിത്ഷാ, കയറുമോ? അതാണ് ഇപ്പൊ ചില പറയുന്നത്. അമിത്ഷായുടെ പ്രസംഗം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കില് പ്രതിപക്ഷ കക്ഷികൾക്കോ അതിന്റെ നേതാക്കന്മാർക്കോ സഭയിൽ ഇരിക്കാൻ സാധ്യമാകുകയില്ല, അല്ലെങ്കിൽ അത്ര ശക്തമായ വാക്കുകളിൽ അദ്ദേഹം സംസാരിക്കുമെന്നൊക്കെ ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അൺഒഫീഷ്യലായിട്ട് ചില അദ്ദേഹത്തിന്റെ ചില റിപ്പോർട്ട്സും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അതാണോ സംശയം? എന്തായാലും ഇന്ന് 3 മണി, 1 മണിക്കൂറുടെ ഉള്ളൂ, 1.5 മണിക്കൂറിനകം സഭ ചേരും. സഭ ചേരുമ്പോൾ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് അമിത്ഷാ സഭയിലെത്തും, അദ്ദേഹം സംസാരിക്കും. അപ്പൊ ഇന്ന് മാത്രമല്ല, നാളെയും കൂടി സഭ ചേരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അമിത്ഷായുടെ വാക്കുകൾ ഇന്ന് വന്നാണ് സഭയുടെ സാരമില്ല, നമുക്ക് ഒരു ദിവസം കൂടി ഇരിക്കാം, നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു സംശയം വേണ്ട, ഇന്ന് 3 മണി മുതൽ നാളെയും ഞാൻ സംസാരിക്കാമെന്നാണ് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് വരുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ബില്ലുകൾ ഉണ്ടായിരുന്നു, FCRA അടക്കമുള്ള ബില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബില്ലുകളൊക്കെ JPCക്ക് വിടുന്നതാണ് പറയുന്നത്. ഇപ്പം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അത് പരിശോധിക്കട്ടെ, പരിശോധിച്ച ശേഷം തീരുമാനം മതി. ഒരുപാട് ആശങ്കയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ബില്ല് നാളെ കയറി വരുമെന്ന് അറിയാനൊക്കത്തില്ല. എന്തിനാണ് ഈ സഭാ സമ്മേളനം? എന്തായാലും അമിത്ഷായുടെ ഒരു പ്രസംഗത്തിന് വേണ്ടി സഭാ സമ്മേളനം നീട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് സഭ അവസാനിക്കേണ്ടതാണ്? എന്തിനാണ് വീണ്ടും ഒരു ദിവസത്തേക്ക് കൂടെ സഭ നീട്ടിയിരിക്കുന്നത്? ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നാളെ ഏതെങ്കിലും നിർണായകമായ ബില്ലുകൾ കയറി വരാമോ? നമ്മൾ എന്ത് സംശയിക്കേണ്ടി വരും? കാരണം കേന്ദ്ര സർക്കാർ അത്ര സജീവമാണ്. പ്രധാനമന്ത്രി സഭയിൽ വന്നിട്ടില്ല, അവർക്കും ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രിയും ഈ വർഷകാല സെഷൻ സഭയിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് വരാൻ പോകുന്ന, ഇന്നിപ്പോ 3 മണിക്ക് ശേഷം പാർലമെന്റിൽ അമിത്ഷായുടെ പ്രസംഗം ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഏതായാലും സാർ, നമുക്ക് സാർക്ക് ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ 1 മണിക്കൂർ കൂടെ നമുക്കൊന്ന് കാത്തിരിക്കാം അമിത്ഷാ എന്താണ് പറയുന്നതെന്ന്. തീർച്ചയായിട്ടും കേൾക്കാനുണ്ടാകും. വെറുതെ എങ്ങനെ ആയിപ്പോകില്ല. അദ്ദേഹത്തെ പോലെ ഒരു ഉന്നതനായ നേതാവ്, ഏറ്റവും നല്ല ഭരണാധികാരി. നമുക്ക് കാത്തിരിക്കാം. നന്ദി. താങ്ക് യു സാർ.